കടുവാഭീതിയിൽ വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി ജനവാസ മേഖല. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ വിവരമറിയിച്ചത് അനുസരിച്ച് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. ക്യാമറ ദൃശ്യത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വനംവകുപ്പ് പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന കടുവയെ കെണിവെച്ച് പിടിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാറിനായ ഒരു സന്തോഷ വാർത്ത. ഇനി മുതൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി എല്ലാവിധ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും വൻ വിലക്കുറവിൽ സ്വന്തമാക്കാം. ഒപ്പം എല്ലാവിധ സർവീസുകളും. ഉടൻ തന്നെ സന്ദർശിക്കൂ ഈസി സ്റ്റോർ, താജ് ടവർ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി 6-ാം നമ്പർ പുതുവൽ ഭാഗത്താണ് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കടുവയുടെയും കരടിയുടെയും സാന്നിധ്യം കണ്ടുവരുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ പ്രദേശത്തെ 5ഓളം വളർത്തു പശുക്കളെയാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് വനംവകുപ്പ് അധികൃതരെ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും കടുവയെ പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസിയായ സുമ സുശീലൻ പറയുന്നത്. മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ മരണം വരെയും ഞങ്ങൾ ഈ ഭാഗത്ത് ജീവിക്കേണ്ടവരാണ്. ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പശുക്കളെ വളർത്താൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങളുടെ വർഷം ഓരോ പശുക്കളെ കൊന്നൊഴിക്കാൻ ഞങ്ങളുടെ തൊഴുത്തിൽ 3 വർഷത്തിന് മുൻപ് തൊഴുത്തിൽ കയറി പശുവിനെ കൊല്ലുകയും അത് ഫോറസ്റ്റിനെ അറിയിച്ച് അവർ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അതേപോലെ നമ്മുടെ മുറ്റത്ത് കരടി വരിക, അതും എല്ലാവർക്കും ഈ ലോകം മൊത്തം അറിഞ്ഞ ഒരു കാര്യമാണ്. കരടി മുറ്റത്ത് കയറി പകൽ ഒരു 10 മണിയായപ്പം ഞങ്ങൾക്ക് ഒത്തിരി മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇപ്പം മുറ്റത്ത് ഇറങ്ങാൻ തന്നെ പേടിയാകുന്നൊരവസ്ഥയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം അറിഞ്ഞ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും വനംവകുപ്പിൽ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. എന്നാൽ കടുവയുടെ സാന്നിധ്യം അറിഞ്ഞ ക്യാമറ സ്ഥാപിച്ചു പോകുന്നതല്ലാതെ കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നും പ്രദേശവാസിയായ ടി മണികണ്ഠൻ പറയുന്നു. അതായത് വർഷങ്ങളായിട്ട് ഇവിടെ വന്യമൃഗ ശല്യം ഭയങ്കര ശല്യമായിട്ട് നിൽക്കുകയാണ്. കാരണം പല പ്രാവശ്യം നമ്മളിത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചാലും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം നമ്മളിപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇവിടെ വരിക, ക്യാമറ വയ്ക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ആശ്വസിച്ചിട്ട് അന്നേരം തന്നെ തിരിച്ചു പോവുക. ഇതിൻ്റെ ശാശ്വത പരിഹാരമെന്ന് പറയുന്നത് ഇവിടെ കടുവയുണ്ട്, കരടിയുണ്ട്. ഇത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. അവരും വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക. ഈ വഴിക്ക് സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, കർഷകർ പോകുന്നുണ്ട്, കർഷക തൊഴിലാളികൾ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. പാതിരാത്രിയൊക്കെ ആൾക്കാർ വരുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. എന്നാൽ പല പ്രാവശ്യം അറിയിച്ചിട്ടും നടപടികളൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞ സാഹചര്യത്തിൽ പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനും എസ്റ്റേറ്റ് തൊഴിലാളികളും പ്രദേശത്തെ കർഷകരും ജോലിക്ക് പോകുന്നതിനും ഭയക്കുകയാണ്. ആയതിനാൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കെണിവെച്ച് പിടിക്കാനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാവണമെന്നും പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.